ഓഗസ്റ്റ് 6 കത്തോലിക്ക സഭ യേശുവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. പീഡാനുഭവത്തിന് തൊട്ടുമുമ്പുള്ള ദിവസമാണ് ഈശോ താബോർ മലയിൽ രൂപാന്തരപ്പെട്ടത്. ക്രിസ്തുവിന്റെ താബോർ മലമുകളിലേക്കുള്ള യാത്ര കാൽവരിയിലേക്കുള്ള യാത്രയായി പ്രതിനിധീകരിക്കുന്നു. ലാറ്റിൻ പദങ്ങളായ ട്രാൻസ് ഫിഗുറ എന്നിവയിൽ നിന്നാണ് ട്രാൻസ്ഫിഗുറേഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. രൂപാന്തരീകരണം എന്നാണ് അതിനർത്ഥം. യേശു തന്റെ ശിഷ്യന്മാരായ വിശുദ്ധ പത്രോസിനെയും സബദിയുടെ മക്കളായ വിശുദ്ധ യാക്കോബിനെയും വിശുദ്ധ യോഹനാനെയും കൂട്ടിക്കൊണ്ട് താബോർ മലമുകളിലേക്ക് പോയി. അവിടെ വെച്ചാണ് യേശു മഹത്വത്തോടെ രൂപാന്തരപ്പെട്ടത്. ഈ ശിഷ്യന്മാരെ തന്നെയാണ് യേശു ഗെത്സെമനിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും കൂടെ കൊണ്ടുപോയത്. യേശുവിന്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചും രൂപാന്തരീകരണ വേളയിൽ അപ്പസ്തോലന്മാരുടെ വിശ്വാസം വർദ്ധിച്ചതായും സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. മലയിൽ വെച്ച് യേശുവിന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുകയും അവന്റെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെളുത്ത് കാണപ്പെടുകയും ചെയ്തു. ആ അവസരത്തിൽ മോശയും ഏലിയ പ്രവാചകനും യേശുവിന്റെ വശങ്ങളിൽ നിൽക്കുന്നതായി ആ 3 അപ്പസ്തോലന്മാർക്കും ദർശിക്കുവാൻ കഴിഞ്ഞു. ഈ അതിശയകരമായ ദർശനം കണ്ട അപ്പസ്തോലന്മാർ സന്തോഷവാന്മാരായി. കർത്താവെ, നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാം. ഒന്ന് ദൈവത്തിനും ഒരെണ്ണം മോശയ്ക്കും മറ്റേത് ഏലിയാക്കുമെന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു. പത്രോസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് വെളുത്ത തിളക്കമുള്ള ഒരു മേഘം സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ഇപ്രകാരം ഒരു സ്വരം തങ്ങളോട് പറയുന്നതായി അവർ കേട്ടു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവൻ പറയുന്നത് കേൾക്കുക. ഈ സ്വരം കേട്ടപ്പോൾ ഭയപ്പെട്ട് അവർ നിലത്തു വീണു. ഉടനെ യേശു അവരുടെ അടുത്ത് ചെന്ന് അവരെ സ്പർശിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ കാണുന്ന യേശുവിനെയാണ് അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. തന്റെ സഹനങ്ങളെയും മരണത്തെയും കുറിച്ച് യേശു പ്രവചിച്ചപ്പോൾ അസ്വസ്ഥരായ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുക എന്നതായിരുന്നു അവിടുത്തെ രൂപാന്തരീകരണത്തിന്റെ ലക്ഷ്യം.